ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഈ സൺഡേ പുറത്ത് പോയൊരു വീഡിയോ ആണ്. എല്ലാവരും മാറ്റിയൊരുക്കി ഞങ്ങൾ നൈറ്റാണ് പോയത്. ജസ്റ്റ് പെട്ടെന്നുണ്ടായ പ്ലാനിങ്ങിനും ജസ്റ്റ് എല്ലാവരും സിമ്പിളായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി അങ്ങനെ പോയി. ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് വൈബാക്കാമെന്ന് വിചാരിച്ച് മാത്രം പോയത്. ജസ്റ്റ് 7 കിലോമീറ്റേഴ്സ് ഡിഫറൻസിൽ. അപ്പോൾ കൂടുതൽ ലോങ് പോയി ബ്ലോക്കിലൊന്നും പെടേണ്ട. സൺഡേ അല്ലേ, നല്ല ബ്ലോക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ കുഴപ്പമില്ല, നല്ലൊരു ഏരിയ ആയിരുന്നേ. ഭയങ്കര കാമായിട്ട് ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ട്. അൽമജാസ് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ എന്താണ്, ഐ തിങ്ക് ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്, വേറെ പാർക്ക് പോലെയുണ്ട്, കോർണിഷ് സൈഡും ഉണ്ട്. ഒക്കെ കൂടെ വൈബാണ്. ഞാനും ഹസ്ബൻഡും കുട്ടിയും ഉഷാർ. അവളും തന്നെ ഓക്കെ ആയിരുന്നു. നല്ല വൈബ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഇപ്പോൾ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയ ഫുഡ് എക്സ്പ്ലോറിങ് ഏരിയകളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു വാട്ടർ ഏരിയ പോലെ, വാട്ടർ ഗ്രൗണ്ട് പോലെ അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ട്. ഓക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നേ. കാമായിട്ടില്ല. അത് കണ്ടില്ലേ, ഇപ്പോൾ ഈ കാണുന്നത് കോർണിഷിൻ്റെ പോലെയുള്ള ഒരു സൈഡാണ്. മോളൂസ് നല്ല എന്തോ എക്സൈറ്റ് ആണോ എന്താ അവളെ എക്സ്പ്രഷനോ ഐഡിയ. പിന്നെ ഞങ്ങളിങ്ങനെ വോക്കൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് കറങ്ങിയൊക്കെ ഇരുന്ന് പിന്നെ ഒരു സ്പോട്ടിലെത്തുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള കൺസെപ്റ്റിൽ പോയിട്ട് ഇരുന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് സ്നാക്കൊക്കെ വാങ്ങിയിരുന്നേ. അതൊക്കെ കഴിച്ച് എൻജോയ് ആക്കി. ഏകദേശം ഒരു 2 hour എബോവ് നിൽക്കും തോന്നുന്നു. കാരണം നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിന്നത്. അതിൻ്റെ ഇടയിലാണ് അവിടെ ഇങ്ങനെ ഒരു ടൈഗറിനെ പോലെ ഒരു ഭയങ്കര കളിക്കുന്ന സാധനം. അപ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ അത് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്താണ് സംഭവം. എനിക്ക് നല്ല കോമഡി ആയിപ്പോയി അത് കണ്ടിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വന്നേ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സിമ്മ് എടുക്കാനുണ്ടായിരുന്നു. അതെടുത്ത് എനിക്ക് ഒരു 1 year കോൺടാക്റ്റ് സിം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അതും കഴിഞ്ഞ് നേരെ റൂമിൽ പോയി. കാരണം ഏകദേശം 1 o'clock ആയിരുന്നു. സോ ബൈ.